ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ലാപ്ടോപ്പ് സർവീസ് ചെയ്യുന്ന കുറച്ച് മെഷീൻസും അതിന്റെ പ്രൊസീജിയേഴ്സിനൊക്കെ കുറിച്ചിട്ടാണ്. സോ ഇവിടുത്തെ ഫാക്കൽറ്റിക്ക് എടുത്ത് തന്നെ നമുക്കത് ചോദിച്ചറിയാം. ഹായ് സർ. ഹായ്, എന്താണ് സാറിന്റെ പേര്? എൻ്റെ പേര് മുനവർ റഹീസ്. ഓക്കെ, അപ്പൊ ഈ സൈഡിൽ നിന്നാണ് നിങ്ങൾ ലാപ്ടോപ്പ് എങ്ങനെയാണ് സർവീസ് ചെയ്യേണ്ടതെന്നുള്ളത് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പം ഇത് എന്തൊക്കെയാണ് മെഷീൻസ്? ഒരുപാട് മെഷീൻസ് ഉണ്ടല്ലോ. അതെ, ഇത് BGA റീവർക്ക് സ്റ്റേഷൻ എന്ന് പറയും. അതായത് ഈ മദർ ബോർഡിൽ കിടക്കുന്ന ഈ വലിയ വലിയ ചിപ്പുകൾ ഉണ്ടല്ലോ, മെയിനായിട്ട് ഗ്രാഫിക്സ് ചിപ്പ്, അതേപോലെ പ്രൊസസ്സർ, പിന്നെ അതിലും ഗ്ലാസ് ചിപ്പുകൾ വരുന്നുണ്ട്. ഇങ്ങനത്തെ ചിപ്പുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും റീഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണിത്. അതിൽ തന്നെ 2-3 തരം മെഷീനുണ്ട്. അതെ അതെ, ഇതിൻ്റെ മദർ ബോർഡാണ്. ഈ സ്ക്രീനിൽ ഈ മദർ ബോർഡ് കാണിക്കുന്നത് ഇതിൻ്റെ അലൈൻമെൻ്റ് ആണ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മാനുവലായിട്ട് യൂസ് ചെയ്യുന്നതും 2 തരം മെഷീൻസ് ഉണ്ട്. ഒന്ന് ഓട്ടോമാറ്റിക്, ഇത് മാനുവലാണ്. ഇതൊന്നുകൂടെ അഡ്വാൻസ്. അതെ അതെ, ഇതൊന്നുകൂടി അഡ്വാൻസ് മോഡലാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓട്ടോമാറ്റിക് റിമൂവിങ് ആൻഡ് ഫിക്സിങ്, വാക്വം എല്ലാം അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ മാനുവലായിട്ട് ചെയ്യണം. കീബോർഡ് ചെയ്യാൻ പറ്റില്ല. മദർ ബോർഡിലെ ചിപ്പ് വർക്കുകൾ മാത്രം, ചിപ്പ് ലെവൽ വർക്ക് മാത്രം അത് ചെയ്യുന്നത്. ഇവിടുന്ന് പ്രാക്ടിക്കലാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പ്രാക്ടിക്കലാണ് ഒന്നുകൂടെ അപ്ഡേറ്റ് ആവുകയുള്ളൂ. BGA മെഷീൻ, BGA റീവർക്ക് സ്റ്റേഷൻ. അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെ കേരളത്തിലെ വിരലിലെണ്ണാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ഉള്ളൂ അല്ലേ? തീർച്ചയായും. ഇതിവിടെ എത്ര കാലമായിട്ടുണ്ട്? ഇതിൻ്റെ ഈ അഡ്വാൻസ് മോഡൽ ഇവിടെ എത്തിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല, എങ്കിലും ഒരു 2-3 വർഷമായിട്ടുണ്ട്. ഇതിൽ മാനുവലായിട്ട് യൂസ് ചെയ്യുന്ന ഈ 2 മെഷീനറികൾ, ഇതുപോലത്തെ ഒരുപാട് മെഷീനറി ഉണ്ട് BGAക്ക് മാത്രം യൂസ് ചെയ്യുന്നത്. ഇത് ഒരുപാട് ഇവിടെ സ്റ്റാർട്ടിങ് മുതലേ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ലാപ്ടോപ്പിൽ തന്നെ പല പല ബ്രാൻഡുകൾ ഉണ്ടല്ലോ, HP, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്, മാക്ബുക്ക് വരെയുള്ള ബ്രാൻഡ്. അപ്പം കുട്ടികൾ എങ്ങനെയാണ് എല്ലാ ടൈപ്പ് മെഷീൻസും അവർ സർവീസ് ചെയ്യുന്നുണ്ട്? സ്പെസിഫിക് ആയിട്ട് മാത്രമാണ്? അല്ലല്ല, ഇതുപോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറി ഉണ്ടെങ്കിൽ A to Z എല്ലാ വർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. മാക്ബുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. കാരണം മാക്ബുക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ്. അതുപോലെ നമുക്ക് ബില്ലിങ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ICകൾക്ക് ഒരുപാട് റേറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ അഡ്വാൻസ് മോഡ്, ഈ BGA മെഷീൻ എല്ലാം അവൈലബിൾ ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോസസ്സർ മുതൽ മാക്ബുക്കിൻ്റെ എല്ലാ ചിപ്പുകളും ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സർ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ A to Z വർക്കുകൾ നമുക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് മോഡേൺ മെഷീൻസ് വെച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും, റിസോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മാക്ബുക്ക് വരെ ഇവിടെയുള്ള കുട്ടികൾ സർവീസ് ചെയ്യുന്നുണ്ട്. സോ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും ചെറിയ ഏജിൽ അത്രയും വലിയൊരു ലാപ്ടോപ്പ് സർവീസ് ചെയ്യുക, അതും ലക്ഷറി ആയിട്ടുള്ള ലാപ്ടോപ്സ് ഒക്കെയാണ് ഇവിടെ ആക്ച്വലി നിങ്ങൾ സർവീസിന് കൊടുക്കുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു സർ. താങ്ക് യു. Skytex Technology Service Private Limited, 2nd floor, KP Mall, Bypass Road, Kondoti, Malappuram.